നത്തിങ് ഈസ് പോസിബിൾ, നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനത്തെ ആൾക്കാരുടെ ഇടയിൽ ഐ ആം പോസിബിൾ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ആ ഒരു കഴിവുണ്ടല്ലോ, അതൊരു അപാര കഴിവാണ്. അതിനോട് കണക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു സ്റ്റോറി. ഇത് 2 പിള്ളേരുടെ കഥയാണ്. ഒരു 10 വയസ്സുകാരൻ്റെ, ഒരു 6 വയസ്സുകാരൻ്റെ. ഇവർ രണ്ടുപേരും ഭയങ്കര വലിയ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും ഉറങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞും കളിച്ചും ചിരിച്ചും എല്ലാം ഒരേ ദിവസം, മീൻസ് അതാണ് അവർ ഡെയിലി റൂട്ടീൻ. അപ്പോൾ ഈ 2 ഫ്രണ്ട്സ് ഭയങ്കര സ്ട്രോങ് കണക്ഷൻ ആയതുകൊണ്ട് ഒരു ദിവസം ഇവർ വിചാരിക്കും എല്ലാ ദിവസവും ഈ ഗ്രാമത്തിൽ തന്നെയല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ദിവസം ഒന്ന് പുറത്ത് പോയാലും എന്ന് വിചാരിച്ചിട്ട് ഇവർ ആരോടും പറയാണ്ട് വേറൊരു ഗ്രാമത്തിലേക്ക് പോകും. പോകുന്നതിനിടയിൽ ഒരു ചെറിയൊരു കാടുണ്ട്. ആ കാടിൻ്റെ നടുക്കിലൂടെ അവർ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ അവർ കളിച്ചും ചിരിച്ചും തമാശയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് ഈ 10 വയസ്സുകാരൻ പയ്യൻ അവിടെ ചെറിയൊരു പൊട്ടക്കിണറുണ്ട്, പൊട്ടക്കിണറിലേക്ക് അങ്ങ് വീഴും. ഇത് വീണ് കഴിയുമ്പോഴേക്കും ഈ 6 വയസ്സുകാരൻ ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അപ്പുറത്തപ്പുറത്തൊക്കെ ചുറ്റും കാടാണ്, ഏക്കർ അടങ്ങുന്ന സ്ഥലത്തേക്ക് ആരുമില്ല. അവൻ ആകെ സങ്കടമാവും, അവൻ ബഹളം വയ്ക്കും, മൂളിയിടും, ആരുമില്ല കേൾക്കാൻ. അത്രയും ഒരു സിറ്റുവേഷനിൽ അവനവിടെ നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ബക്കറ്റ്, ഒരു വള്ളിയുണ്ട്. അവനൊന്നും നോക്കില്ല, ഈ ബക്കറ്റും വള്ളി എടുത്താൽ നോക്കിയുള്ളൂ കിണറ്റിലേക്ക്. എന്നിട്ട് അവൻ്റെ കൂട്ടുകാരനോട് പറയും ഇതിലൊന്ന് കയറി പിടിച്ചോ, ഞാൻ വലിക്കാമെന്ന് പറയും. അങ്ങനെ 6 വയസ്സുകാരനും 10 വയസ്സുകാരനും ഈ ബക്കറ്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ബക്കറ്റുമ്പോൾ കയറി ആ പയ്യൻ നിൽക്കുന്നു. ഈ പയ്യൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വലിക്കും. വലിച്ച് അവസാനം ഈ 10 വയസ്സുകാരൻ അങ്ങനെ മുകളിലേക്ക് കയറും. ഇത് കഴിയുമ്പോൾ അവർ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കും, സന്തോഷത്തോടു കൂടി പറയുമ്പോൾ രക്ഷപ്പെട്ടു, കാര്യങ്ങളെല്ലാം സെറ്റ്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മൈൻഡിലൊരു കാര്യമുണ്ട്, അല്ല ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ പറഞ്ഞാൽ നമുക്ക് ചീത്ത കേൾക്കില്ലേ, തല്ലി കിട്ടുമോ, അങ്ങനെയൊക്കെ വിചാരിച്ച് ഇവർ വിഷമിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകും. അവിടെ എത്തിയിട്ട് ഇവരെ വീട്ടുകാരോടും നാട്ടുകാരോടൊക്കെ കാര്യങ്ങൾ പറയും. എല്ലാവരും ഇവരെ കാര്യങ്ങൾ കേൾക്കും, പക്ഷെ ആരും ഇവരെ ചീത്ത പറയില്ല, അവർ തല്ലില്ല, ഒന്നുമില്ല. അപ്പോൾ പിള്ളേർക്ക് എന്താ മനസ്സിലാവില്ല എന്താ കാരണം എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് ഡൗട്ടായി തുടങ്ങി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു 6 വയസ്സുകാരന് ഒരു 10 വയസ്സുകാരനെ എങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റും? അവിടെ അപ്പുറത്തും ആരും ഉണ്ടായിരുന്നില്ല, ഇവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഈ ഒരു 6 വയസ്സുകാരൻ ഈ ഒരു 10 വയസ്സുകാരനെ പൊക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ചോദ്യം. അങ്ങനെ ഈ 2 പിള്ളേരും അവിടെ കുറച്ച് പ്രായമായിട്ടുള്ളൊരു അപ്പൂപ്പനുണ്ട്. ആളുടെ അപ്പൂപ്പൻ്റെ അടുത്ത് നിന്നിട്ട് അവർ ഈ കഥകൾ പറയും. അപ്പോൾ ഈ അപ്പൂപ്പൻ ആക്ച്വലി കുറച്ച് ജ്ഞാനിയാണ്, കുറച്ച് നോളജ് ലോജിക്കലൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. ആ നാട്ടുകാരൊക്കെ അപ്പൂപ്പൻ പറയുന്ന വാക്കുകളിലൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ ആ അപ്പൂപ്പൻ പറയും ഈ പിള്ളേർ പറയുന്നത് ശരിയാണ്. അപ്പോൾ നാട്ടുകാർക്ക് അതെങ്ങനെയാണെന്ന് ചോദിക്കും. ഒന്നുമില്ല, ഈ 10 വയസ്സുകാരൻ പയ്യൻ അവിടെ വീണു, ഈ പയ്യൻ ആ ബക്കറ്റ് ഇട്ട് കൊടുത്തു, ആ പയ്യൻ വലിഞ്ഞു കയറി, ഈ പയ്യൻ വലിച്ചെടുത്തു, ഇത്ര തന്നെ. അപ്പോഴും നാട്ടുകാർ ഇത് തന്നെ ചോദിക്കും, അതെങ്ങനെയാണ് ഒരു 6 വയസ്സുകാരനെ കൊണ്ട് ഒരു 10 വയസ്സുകാരനെ പൊക്കാൻ പറ്റുന്നത്, അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഈ അപ്പൂപ്പൻ പറയുന്നൊരു ഒറ്റ കാര്യമുള്ളൂ, അത് വേറൊന്നും കൊണ്ടല്ല, കാരണം ആ പ്രദേശത്ത് ഈ പയ്യനോട് ആ പയ്യനെ പൊക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നില്ല. ഒരാളവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിരുന്നില്ല, അതായത് നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പയ്യന് പോലും അറിയില്ലായിരുന്നു തന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ ഈ കഥയുടെ മൂലധനം. ദാറ്റ് നത്തിങ് ഈസ് പോസിബിൾ. ഇമ്പോസിബിൾ എന്നുള്ള വാക്കിന് ഒരു അണ്ടർ കോട്ട് ഇട്ടിട്ട് പറയുന്നില്ലേ, ഐ ആം പോസിബിൾ, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്.